ഹലോ, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ബുധനാഴ്ച 10-ാം തീയതി, ഈ മാസത്തെ 10 ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഞാനേ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാലേ, ഇപ്പൊ എന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഇട്ട് ഇത് 10-100 ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് കാണണല്ലേ. അപ്പൊ യൂട്യൂബല്ലേ, അപ്പൊ എവിടെയെങ്കിലൊക്കെ വെച്ചിങ്ങാണ്ട്, അഥവാ പറയാൻ പറ്റൂലല്ലോ, ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കണ്ടിങ്ങാണ്ട് എവിടെയെങ്കിലും വെച്ച് പല കാണുകയാണെങ്കിൽ അതൊരു ഉപകാരമാവുമല്ലോ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളപ്പാൻ്റെത് എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതലേ ഇങ്ങനെ നാട് വിട്ടു പോയൊരു ശീലമുള്ളതാണ്. പിന്നെ അതായത് ഇപ്പാൻ്റെ കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പ ഏഹ് പലതവണ നാട് വിട്ടു പോയതായിട്ടാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ അതൊരു ശീലാണ് മൂപ്പർക്ക്, അതൊരു ഹാബിറ്റാണ്. അതായത് ചെറുപ്പം മുതലേ ശീലിച്ചു പോയി മൂപ്പർക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ഞങ്ങളും വലിയ ഇതായിട്ട് അത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ വിചാരിക്കലില്ല. കാരണം പോയാൽ തിരിച്ചു വരും മൂപ്പര്. ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മൂപ്പര് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചിട്ട് ബാംഗ്ലൂര് ടൗണിൽ കൂടി ഓടുന്ന ബസ് ഉണ്ടല്ലോ, ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയും, BTS, അതിൽ പിന്നെ പണിയെടുക്കുകയാണ്, ഡ്രൈവറായിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ 7ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചത്. പിന്നെ പക സുഖമല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒറ്റയ്ക്കാണ് അവിടെ ബാംഗ്ലൂർ താമസിച്ചിരുന്നത്, കോട്ടേഴ്സിൽ. അപ്പോൾ അങ്ങനെ സുഖമല്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും പിന്നെ എൻ്റെ മേലുള്ള ജ്യേഷ്ഠനും പിന്നെ ബാംഗ്ലൂർ പോയി. പിന്നെ അവിടെ സ്കൂളിലൊക്കെ ചേർത്ത്. വലിയ ജ്യേഷ്ഠൻ അപ്പോഴത്തേനും പട്ടാളത്തിൽ ചേർന്നിരുന്നു. പെങ്ങളെ കല്യാണം കഴിച്ചു. കന്നഡൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വർഷം ഞങ്ങൾ ട്യൂഷനൊക്കെ പോയി. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യവും മൂപ്പര് ചെയ്തു തരും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും. നല്ല ഫുഡാവും മൂപ്പര് കഴിക്കണമെന്ന് പറഞ്ഞാൽ. ഐക്കോറ, ബീഫ്, അങ്ങനത്തെ നല്ല വില പിടിപ്പുള്ള സാധനങ്ങൾ. അങ്ങനെ നല്ല ജീവിതമാണ് മൂപ്പരത്, നല്ല ആരോഗ്യവും. പക്ഷേ ഇതാണ്, നാട് വിട്ട് ഇടക്കിടക്ക് ആള് വീട്ടിൽ എത്തൂല. അപ്പോൾ അവിടുന്ന് തന്നെ, ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആള് ചില ദിവസങ്ങളിൽ തിരിച്ചു വരില്ല. ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരും, ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. മൂപ്പരനെ തിരിച്ചു വരലാണ്. ചോദിച്ചാൽ പിന്നെ അത് ചെറുപ്പം മുതലേ ശീലമുള്ളതാണല്ലോ. മൂപ്പര് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുക ടെൻഷൻ ആകുമ്പോൾ, ഇതാണ് പറയല്. ടെൻഷൻ കൂടുതലാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും, ഒറ്റയ്ക്ക് എനിക്ക് താമസിക്കണം എന്നൊക്കെയാണ് പറയല്. ഏതായാലും അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോക്കും വരവും. 10 ദിവസം കാണാതാവുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വിളി വരും. അന്ന് ലാൻഡ് ഫോണുകളല്ല ഉള്ളത്. പിന്നെ ഹൗസ് ഓണർ വീട്ടിൽ ഫോണുണ്ട്. അപ്പോൾ അവിടേക്ക് വിളി വരും, ഇങ്ങനെ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, നാട്ടിലുണ്ട് കേട്ടോ എന്ന് പറയും. അങ്ങനെ നമ്മൾ പോയി വിളിച്ചോടുന്നാൽ വരുമൊന്നുമില്ല, മൂപ്പരായിട്ട് വരും. അങ്ങനെ എന്തിനു പറയണേ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് PUC കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പാക്ക് വോളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കുകയാണ് BTS നിന്ന്. അപ്പോൾ ഇത്രയും കൊല്ലമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോവുക, നമുക്ക് നാട്ടിൽ പോയി സെറ്റിൽ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് VRL കൊടുത്തു. റിട്ടയർഡായി, BTS നിന്ന് റിട്ടയർഡായിട്ട്. അപ്പോൾ അതിന് വോളണ്ടറി റിട്ടയർഡ് ആകുമ്പോൾ കുറച്ച് പൈസ കൊടുക്കും, ഫണ്ട്. പെൻഷൻ ഉണ്ടാവില്ല അതിന്. മിലിറ്ററിയിൽ നിന്ന് ഏതായാലും പെൻഷൻ ഉണ്ടല്ലോ. അങ്ങനെ നാട്ടിൽ പോയി. ഞാനവിടെ ഏതായാലും ഇത് കംപ്ലീറ്റ് ആക്കുക എൻ്റെ കോഴ്സ് എന്ന് വെച്ചിട്ട് ഞാൻ 2nd PUC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ ഉമ്മ അവിടെ സുഖമായിട്ട് പിന്നെ പോവാണ്. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഉപ്പാനെ കാണാനില്ലായിരുന്നു. അത് 1 മാസമായി, 2 മാസമായി, 3 മാസമായിട്ടും കാണാനില്ലായിരുന്നപ്പോൾ ഞാൻ പിന്നെ നിർത്തി. ഉമ്മ ഒറ്റക്കല്ല അവിടെ. നാട്ടിലെത്തിങ്ങാണ്ട് നമ്മൾ അന്വേഷിക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു. പോകേണ്ട സ്ഥലത്ത് നമുക്ക് ഒരിക്കലും ഇയാൾ എവിടെ പോകുമെന്ന് പറയാൻ പറ്റൂല. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ സ്ഥലത്താണ് പോവുക. കൽക്കട്ടയിൽ പോയിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ടുണ്ട് മൂപ്പര്. ഞാൻ നാട്ടിലെത്തി. പിന്നെ കോളേജൊക്കെ നിർത്തി. പിന്നെ നാട്ടില് ടൈൽസിന്റെ പണിക്ക് ഹെൽപ്പറായൊക്കെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊരു വർഷമാകാനായി പിന്നെ പന കാണാനായിട്ട്. ഞങ്ങൾ പല സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, ഒരു പുറത്തുമല്ല. സാധാരണ പോയാൽ തിരിച്ചു വരലാണല്ലോ മൂപ്പര്. അപ്പോൾ ഇതിന്റെ മുമ്പും പിന്നെ 2 വർഷമൊക്കെ കാണാതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് ഇതാക്കലോ, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് മൂപ്പർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു കൊല്ലൊക്കെ കഴിയാനായപ്പോൾ ജ്യേഷ്ഠൻ മിലിറ്ററിയിൽ നിന്ന് ലീവിൽ വന്നപ്പോൾ ജ്യേഷ്ഠൻ മൂപ്പരെ ഫ്രണ്ടിനെ കാണാൻ വയനാട്ടിലേക്ക് പോയതാണ്. അപ്പോൾ പോണ സമയത്ത് ബസ്സിൽ വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പായി. അപ്പോൾ പുറത്തിങ്ങനെ നോക്കിയപ്പോൾ കാരണം അവിടെ ഉണ്ട് ഒരു ചായപ്പീടിയിലിരുന്ന് മൂപ്പര് ചായ കുടിക്കണം. ഒരു വർഷമായിട്ട് കാണാത്ത ആള്. ഫോൺ മൂപ്പര് ഉപയോഗിക്കൂല, പൈസ ഇല്ലാഞ്ഞിട്ടോ കാര്യമല്ല, ഫോൺ ഉപയോഗിക്കൂല. അങ്ങനെ മൂപ്പര് കാർണിവൽ ഇറങ്ങി പോയി സംസാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മൂപ്പര് റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ റൂം നല്ല അടിപൊളി സെറ്റപ്പിൽ, വയനാട് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ
കോട്ടേഴ്സ്, ഈ പണിക്കാർക്കുള്ള കോട്ടേഴ്സ് ഉണ്ടല്ലോ, അതിലൊരു കോട്ടേഴ്സ് മൂപ്പര് എടുത്തുക വാടകയ്ക്ക്. എന്നിട്ട് സ്റ്റൗവ്, കട്ടില്, സാധനങ്ങളൊക്കെ വാങ്ങി മൂപ്പരനെ കുക്ക് ചെയ്യുക. വീട്ടിൽ ഇഞ്ഞ് ഉമ്മ ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മൂപ്പര് ബീഫും മറ്റേ മീനൊക്കെ കൂടുന്ന ആ സ്പെഷ്യലുള്ള ഐറ്റംസ് ഒക്കെ മൂപ്പരെ കുക്ക് ചെയ്യുക. അപ്പം അങ്ങനെ കാരണവര് പോവല്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല, എനിക്ക് ടെൻഷന് ആവുമ്പോൾ ഇങ്ങനെ തണുത്ത സ്ഥലത്ത് ഒറ്റക്ക് താമസിക്കണം, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വരണ്ട്, ഇപ്പം ഏതായാലും നിങ്ങൾക്ക് സ്ഥലം അറിയാലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞാണ്ട് കാരണവര് പോന്നു. അവിടുത്തെ അടുത്തുള്ള ഫോൺ നമ്പറൊക്കെ വാങ്ങി പോന്ന് ഇടയ്ക്ക് അയാൾക്ക് വിളിച്ചു ചോദിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു മൂപ്പര് ഇങ്ങനെ പക നല്ല കുരണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇത്, അപ്പം ഞാനും ഉമ്മയും കൂടി പിന്നെ അയലോകത്തുള്ള അരിമാഷ് കയറി മൂപ്പരെയും കൂട്ടി കാർ എടുത്തിട്ട് ഞങ്ങൾ പോയി. ഈ ഫോൺ നമ്പറിൽ വിളിച്ചുങ്ങാണ്ട് അഡ്രസ്സൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി. അങ്ങനെ രാവിലെ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ റൂമിൽ നിന്ന് നല്ല കുരയൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓക്കെ നമുക്ക് ആസ്പത്രി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് കയറി. അവിടെ സ്റ്റൗവും കട്ടിലൊക്കെ അവിടെ എല്ലാം ആൾക്കാർ കൊടുത്തിട്ട് അവിടുന്ന് പോന്നു. ആസ്പത്രിയിലൊക്കെ കാട്ടി ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോവാണ്. അതിൽ പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ കാണാനില്ല. രാവിലെ അങ്ങാടിക്ക് സ്ഥിരം പോണ ആൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ എന്തിനു പറയണേ, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്നുണ്ട് വിളി തന്നെ, മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന്. ഇങ്ങനെ നിങ്ങളപ്പാനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ ID കാർഡ് വേണം ഇവിടെ. ഞാനും ഉമ്മയും ആ സംഭവം, അതെന്തോ കാർഡ് ഞാൻ ഇപ്പോൾ മറന്നു, ID കാർഡാന്ന് തോന്നുന്നുണ്ട്. അത് എടുത്തിട്ട് ഞാനും ഉമ്മയും കോയമ്പത്തൂർ പോയി മൂപ്പരെ കണ്ടു. മൂപ്പര് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എന്ത് പണി, അപ്പോൾ അത് പറഞ്ഞിട്ട് വന്നാൽ പോലെ പിന്നെ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും നമുക്ക് അവിടുന്നോ. അപ്പോൾ മൂപ്പര് പറഞ്ഞു എനിക്ക് ആ പ്രൈവറ്റ് ആസ്പത്രി അവിടുത്തൊന്നും ശരിയാണില്ല, അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞു പോന്നാൽ മതിയല്ലോ എന്നാണ്. അത് മൂപ്പർക്ക് പിന്നെ ശീലമല്ലല്ലോ. അങ്ങനെ നിങ്ങൾ പോയിക്കോളി, ഏതായാലും നിങ്ങൾ പോയിക്കോളിയും, ഞാൻ വന്നുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും പോന്നു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് തിരിച്ചു വന്ന് പിന്നെ നോർമലായിട്ട് ഇങ്ങനെ പോയി. പിന്നെയും കാണാതായി. അങ്ങനെ എന്തിനിത് പറയണത്, ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാതായി. മണ്ണാർക്കാടുന്നും അവിടുന്നും ഇവിടുന്നൊക്കെ പിടിച്ചോടുന്നു. അങ്ങനെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് ഒരു ദിവസം വന്ന് കൂടിങ്ങാണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ വന്നുകാണ്ട് മൂപ്പരുണ്ടാകുമ്പോൾ ചർച്ച ചെയ്തു. പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ പോക്ക് വരവ് ശരിയല്ലല്ലോ, വയസ്സായി വരികയാണ്, അപ്പോൾ ഈ പോക്ക് വരവ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ടെൻഷനാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തണുപ്പൊക്കെ എല്ലാ സ്ഥലത്ത് പോയിരിക്കണം. നാട്ടുകാരൊക്കെ വന്ന് സംസാരിച്ച് ഇപ്പോൾ മൂപ്പര് ഇനി പോകില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2009 ഇതേമാതിരി രാവിലെ പോയി, ആള് കാണാനില്ല. ഒരു കൊല്ലമായിട്ടും കാണാനില്ല. 2010 കല്യാണം കഴിഞ്ഞു. ഈ പോയ സ്ഥലത്ത് വയനാട്, കോയമ്പത്തൂർ അവിടെയൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ 2010 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് അളിയൻ പറഞ്ഞു ഇങ്ങനെ ഒരു പേപ്പറിലൊരു ന്യൂസ് ഉണ്ട്, ഒരിക്കലും ശരിയാണെന്നില്ല, നമുക്ക് ഏകദേശം ഉപ്പാൻ്റെ രൂപമൊക്കെ പറയണത് അജ്ഞാത ജഡം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അളിയനും കൂടി പാലക്കാട് കല്യാണത്തിൻ്റെ അന്ന്, കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞ ആ വൈകുന്നേരം സമയത്ത് ബൈക്ക് എടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു തമിഴനാണ്, വയസ്സായൊരു തമിഴനാണ്, സെൽവനോ അങ്ങനെ എന്തോ പേരാണ്. അപ്പോൾ അതല്ല, അങ്ങനെ പോന്നു. പിന്നെ ഇപ്പം അടുത്ത് പിന്നെ ഇപ്പോൾ 15 വർഷമായിട്ടോ. പിന്നെ ഞങ്ങൾ പോലീസിൽ കേസൊക്കെ കൊടുത്തു, FIR ഒക്കെ ഇട്ട് പോലീസ് കേസ് കൊടുത്തു. കാരണം വയസ്സായതല്ലേ, പോകുമ്പോൾ 10-70 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു. പല രീതിയിൽ പല എല്ലാ സ്റ്റേഷനിലും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താകുന്നു ആർക്കറിയാം, അന്വേഷണമൊക്കെ എന്താവുമെന്ന് ആർക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 15 വർഷമായി. പിന്നെ ഇപ്പം അടുത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ലക്ഷദ്വീപ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വിരുന്ന് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ അലവി എന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ വന്ന് പൂളമണ്ണൻ തന്നെയാണ് വന്നിക്കണത്. പൂളമണ്ണയാണ് ഞങ്ങളെ സ്ഥലം. പൂളമണ്ണൻ തന്നെയാണ് വന്നിക്കണത്. അലവിൻ്റെ ഉപ്പാൻ്റെ പേരുമാണ്. ഇങ്ങനെ പെണ്ണ് കെട്ടിയിട്ട് അവിടെ താമസം ഉണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പോൾ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാൻ്റെ ഫോട്ടോ കൊണ്ടുപോയി അവിടെ ഇവള് പോയി അന്വേഷിക്കണം. അപ്പോൾ പൂളമണ്ണൻ തന്നെ വന്നിക്കണത്, അലവി തന്നെയാണ് പേരും. പക്ഷേ അത് ഒറിജിനലാണ്, ഈ അലവി എൻ്റെ അപ്പല്ല എന്നുള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പൂളമണ്ണൻ തന്നെ പണ്ട് മുതലേ പോയ ഒരാളുണ്ട് അവിടെ, അലവി. അപ്പോൾ മൂപ്പര് പിന്നെ ഈ മൂപ്പരെ ഫാമിലിയായിട്ട് ബന്ധമുള്ളതാണ്, വിരലും പോലൊക്കെ ഉള്ളതാണ്. പക്ഷേ ചെറുപ്പം മുതലേ അവിടെ പോയി കല്യാണം കഴിച്ച്
നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതും അങ്ങനെ എല്ലാം തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു ഇതിലുമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഏതായാലും ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ അഥവാ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കണ്ടാലോ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.